നോഹയുടെ പെട്ടകം. നോഹയുടെ പെട്ടകത്തിൻ്റെ കഥ വിശ്വാസം, അനുസരണം, ദൈവത്തിൻ്റെ നിയമം എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള ശക്തമായ ബൈബിൾ സന്ദേശങ്ങളിലൊന്നാണ്. ആ കാലത്ത് ലോകം മുഴുവൻ ദുഷ്ടതയാൽ, അക്രമത്താൽ, അഴിമതിയാൽ നിറഞ്ഞിരുന്നു. മനുഷ്യർ ദൈവത്തെ വിട്ടുമാറി അവനെ ആദരിക്കാത്ത ജീവിതം നയിച്ചു. പക്ഷേ ഈ ഇരുട്ടിനിടയിൽ നോഹ ദൈവത്തിനു മുമ്പിൽ നീതിമാനായി കണ്ടു. അവൻ ദൈവത്തെ സ്നേഹിച്ചു, അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചു. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തനായത്. ദൈവം തൻ്റെ പദ്ധതി നോഹയോട് വെളിപ്പെടുത്തി. ഭൂമിയെ ശുദ്ധീകരിക്കാനായി വലിയ പ്രളയം വരും, എന്നാൽ രക്ഷപ്പെടാനുള്ള മാർഗവും ദൈവം പറഞ്ഞുകൊടുത്തു. നോഹയെ ഒരു വലിയ പെട്ടകം പണിയാൻ കൽപ്പിച്ചു. അവൻ്റെ കുടുംബവും ഓരോ ജീവജാലത്തിൻ്റെയും ഇരട്ടികളുമായി യാത്ര ചെയ്യാൻ കഴിയുന്നത്ര വലിയ ഒരു കപ്പൽ. മറ്റുള്ളവർ അവനെ പരിഹസിച്ചെങ്കിലും നോഹ ദൈവവചനം വിശ്വസിച്ചു, കൽപ്പനകൾ അനുസരിച്ചു. ജലപ്രളയം വന്നപ്പോൾ പെട്ടകത്തിനു പുറത്ത് എല്ലാം നശിച്ചു. പക്ഷെ നോഹയും അവൻ്റെ കുടുംബവും മൃഗങ്ങളും സുരക്ഷിതരായി. പല ദിവസങ്ങൾക്ക് ശേഷം വെള്ളം കുറയുകയും അവർ കരയിലെത്തുകയും ചെയ്തു. അപ്പോൾ ദൈവം നോഹയോടൊപ്പം ഒരു നിയമം ചെയ്തു. ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട വില്ലുകുടം, അതായത് ഇന്ദ്രധനുസ്, അതിൻ്റെ അടയാളമായി. ദൈവം വാഗ്ദാനം ചെയ്തു, ഇനി ഒരിക്കലും പ്രളയം കൊണ്ട് ഭൂമിയെ മുഴുവൻ നശിപ്പിക്കില്ല. ഈ കഥയുടെ സന്ദേശം വ്യക്തമാണ്. ദൈവത്തെ അനുസരിക്കുന്നത് സംരക്ഷണവും അനുഗ്രഹവും നൽകുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ ചിലപ്പോൾ പ്രയാസകരമോ വിചിത്രമായോ തോന്നാമെങ്കിലും അവ അനുസരിച്ചാൽ ജീവനും രക്ഷയും ലഭിക്കുന്നു. നോഹയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസം എന്നത് ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുകയാണെന്നതാണ്. അവൻ്റെ അനുസരണം തൻ്റെ കുടുംബത്തെയും ലോകത്തിലെ ജീവജാലങ്ങളെയും രക്ഷിച്ചു. അതുപോലെ നമ്മുടേതുപോലെ അനുസരണവും നമ്മുടെ ജീവിതത്തിലും ചുറ്റുമുള്ളവർക്കും അനുഗ്രഹം കൊണ്ടുവരും. വില്ലുകുടം ഇന്നും തലമുറകളിലേക്ക് ദൈവത്തിൻ്റെ കരുണയുടെയും വിശ്വസ്തതയുടെയും ഓർമ്മപ്പെടുത്തലാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.